ഇപ്പം നമ്മൾ ഈ മൗലവീനെ കുറിച്ചൊക്കെ പറയും. മൗലവിയൊക്കെ ഇവിടെ വന്നിട്ട് എന്തോ വലിയ മലമറിച്ചു എന്നാണ് ആളുകൾ പറയാറുള്ളത്. മൗലവി ചെയ്തെന്താണ്? ഈ പറയുന്ന സലഫീസാണ് ഇവിടെ കുത്തി ഇറക്കിയത്. പുള്ളി ഈ പറയുന്ന ഹസനുൽ ബന്നയുടെ അതിന് മുകളിലുള്ള ആളുടെ വലിയ മുരീദായിരുന്നു. ആ മുരീദിൻ്റെ സാധനമാണ് ഇവിടെ ഈ പറയുന്ന മൗലവി ഇറക്കിയത്. ആ സാധനമാണ് ഇവിടെ പിന്നീട് മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് വഴി വെച്ചതെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഈ പ്യൂരിറ്റാനിസം എന്ന് പറയുന്ന സാധനം, ശുദ്ധീവാദം, ഇസ്ലാമിലെ ശുദ്ധിയായ സാധനങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്ന സാധനം, അപ്പുറത്ത് നമ്മളുടെ ഈ സുന്നികളായിട്ടുള്ള ആളുകൾ, ഈ സലഫികളായിട്ടുള്ള ആളുകൾ, അവർ ഇപ്പോൾ ചന്ദനക്കുടം വെക്കുന്നു, അതല്ലെങ്കിൽ വല്ല ജാറം ഓടുന്നു, അത് അവരുടെ ഒരു പേഴ്സണൽ ഒരു ബിലീഫ്, ഒരു സ്പിരിച്വൽ ഒരു സാധനമായിട്ട് അവരങ്ങ് പോയേനെ. പക്ഷേ ഇതങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രശ്നം. ഇനി ഈ കോണ്ടെക്സ്റ്റ് അല്ല നമ്മൾ കേരളത്തിന് വെളിയിൽ, അത് നമ്മൾ പറയണല്ലോ. കേരളത്തിൽ വെളിയിലുള്ള സമസ്ത എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അവിടെയുള്ള ഈ പറയുന്ന അവിടുത്തെ ഈ ജാറം ഓടുന്ന ടീം, അജ്മീറിലുള്ള ആളുകൾ, അവരൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അതിലെല്ലാം തീവ്രമായ സാധനങ്ങളാണ്. കാരണം ഈ സൂഫിസം എന്ന് പറയുന്ന സാധനത്തെ ഒരു നിരുപദ്രവകരമായ ഒരു സാധനമായിട്ട് നമുക്ക് കാണാനേ പറ്റില്ല. ഹസനുൽ ബന്ന എന്ന് പറയുന്ന നമ്മളുടെ ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ നേതാവ് തന്നെ ഒരു സൂഫിയായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കാം.